നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മായേച്ചി, അമ്മേ, ദേ ഭാമ വന്നു. ഭാമേ, നീ മാത്രമേ വന്നുള്ളോ? അതെ മായേച്ചി. ഏയ്, നീ എന്താ ഒറ്റയ്ക്ക് വന്നത്? അബിയും കുഞ്ഞും എന്തിയേ? അവര് വന്നില്ല അമ്മ. ഞാനൊന്ന് അരുന്ധതിയെ കാണാൻ വേണ്ടി വന്നതാ. അരുന്ധതി എവിടെ അമ്മ? അവളിതാ അപ്പുറത്തുണ്ട്. നീ എന്താ പെട്ടെന്ന് അവളെ കാണുന്നെന്ന്? അവൾ എന്തിനാ അമ്മ ഭരതനോട് വഴക്കിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന? എന്തെങ്കിലും കാരണമില്ലാതെ ഇവിടെ വന്ന് നിൽക്കത്തില്ലല്ലോ. കാരണമൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഒന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല ഏട്ടാ. ഭരതനോട് വഴക്കിട്ട് അരുന്ധതിയെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ശരിയല്ല. അതിന് അരുന്ധതിയെ ഞങ്ങൾ ആരും ഇവിടെ പിടിച്ചു നിർത്തിയതല്ലോ, സ്വയം വന്നതല്ലേ. ഒരു കാര്യമില്ലാതെ അരുന്ധതി ഇവിടെ വന്ന് നിൽക്കോ? എന്താ മാമേച്ചി, നീ എന്തിനാ ഭരതനോട് വഴക്കിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന? ഞാൻ ഭരത്തേട്ടനോട് വഴക്കിട്ടൊന്ന് ആരാ പറഞ്ഞേ? ചെറിയൊരു പിണക്കം, അത്രേ ഉള്ളൂ. ഈ ചെറിയ പിണക്കം തന്നെയാ പിന്നെ വലുതായി മാറുന്ന. നീ വന്നേ, ഞാൻ ഭരത്തുമായി സംസാരിക്കാം. അതിന് ഭരത് എവിടെയാവുള്ളെന്ന് നിനക്കറിയാവോ? എവിടെയാണെങ്കിലും ഇവളുടെ വീട്ടിൽ വരാതിരിക്കില്ലല്ലോ. ഭാമേച്ചി, ഭാമേച്ചി എന്തറിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നേ? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നെന്ന് അറിയോ? ഞാൻ അറിഞ്ഞു, അമ്മയെല്ലാം പറഞ്ഞായിരുന്നു. ആര്? അമ്പാലികയോ? അതെ, അമ്മ കഴിഞ്ഞ പിന്നെ അമ്മയെന്ന് വിളിക്കുന്നത് അബിയുടെ അമ്മയാണല്ലോ. ഓ, അതിന് അമ്പാലിക നിന്നോട് സംസാരിക്കാറുണ്ടോ? ഒരാവശ്യം വരുമ്പോഴല്ലേ അമ്മ നമ്മുടെ പരിഭവമൊക്കെ മറക്കാൻ പറ്റൂ. നിനക്കിതെന്തു പറ്റി മാമേ? ഇത് നീ അല്ലല്ലോ ഈ സംസാരിക്കുന്നേ. എനിക്കൊരു മാറ്റവും ഇല്ല മായിച്ചി. അമ്മ വന്നൊരു സങ്കടം പറഞ്ഞപ്പോ എനിക്കത് തള്ളിക്കളയാൻ പറ്റിയില്ല. അമ്മ വന്ന് ഭാമേച്ചിയോട് എന്ത് സങ്കടം പറഞ്ഞു എന്നാ? നിങ്ങളുടെ കാര്യം തന്നെ. അമ്മ വന്ന് നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയതല്ലേ, പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? അമ്മ കുറച്ചൊക്കെ പഠിക്കാനുണ്ട് ഭാമേച്ചി. വീണ്ടും അനുമാമനെ കൂട്ടുപിടിച്ച് പുതിയ ഗെയിമുമായിട്ട് ഇറങ്ങിയിരിക്കുക. അതിലെന്തായാലും ഒരു ഇരയാവാൻ ഞാനില്ല. നീ വെറുതെ ഓരോന്ന് ഊഹിച്ച് പറയരുത്. അമ്മയുടെ പഴയ സ്വഭാവമൊക്കെ മാറി. നീ തിരികെ പോകത്തല്ല ഇപ്പൊ വിഷമം. അതിന് നീ അമ്പാലികയെ കണ്ടോ? ആ, കണ്ടു. അമ്മ ഇപ്പോ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഞാൻ മോളെ അമ്മയെ ഏൽപ്പിച്ചിട്ടാ വന്നേ. നിനക്കെന്താ ഭാമേ, പ്രാന്തുണ്ടോ? നിന്നെയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയ അമ്പാലികയുടെ കയ്യിൽ തന്നെ നീ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് വന്നോ? അതെ അമ്മേ, സ്വന്തം മകന്റെ കുഞ്ഞല്ലേ, അങ്ങനെ കൊല്ലുന്നെങ്കി അങ്ങ് കൊല്ലട്ടെ. എന്താ ഭാമ ഇത്? നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു? നീ അമ്പാലി എങ്ങനെ വിശ്വസിക്കുന്നു? ഇന്നും ഇങ്ങനെ കഴിഞ്ഞാ മതിയോ? രണ്ടു മക്കളും വീടിന്റെ പടിയിറങ്ങി പോയതില് വേദനിക്കുന്നൊരു അമ്മയാ ഞാനിന്ന് കണ്ടത്. അതുകൊണ്ടാ അരുന്ധതിയെ വിളിക്കാൻ ഞാൻ വന്നത്. ഭാമേ, നീ തീ ഉണ്ടായി കളിക്കുന്നേ. ആ അനിരുദ്ധനും അമ്പാലികയും തക്കം പാർത്ത് നടക്കാണ്. അവിടെയാ നീ കുഞ്ഞിനെയും കൊടുത്തിട്ട് വന്നത്. മായേച്ചി എന്തൊക്കെയാ ഈ പറയുന്നേ? അങ്ങനൊന്നും സംഭവിക്കില്ല. ഒരാൾക്കൊരു മാറ്റം ഉണ്ടായാ നമ്മളത് അംഗീകരിക്കണ്ടേ? കൊള്ളാടി, നിനക്ക് ഇത്രയൊക്കെ ധൈര്യം വെച്ചു അമ്മ അറിഞ്ഞില്ല. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അമ്മേ, ഇവളിങ്ങനെ സ്വരം മാറ്റി സംസാരിക്കണമെങ്കിൽ അവിടെ എന്തോ മറിമായം സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ നീ ഇങ്ങനെ സംസാരിക്കത്തില്ല. ഒരു മറിമായോ നടന്നില്ലേട്ടാ. ഒരമ്മയുടെ ശരിക്കുള്ള മനസ്സ് ഞാനിന്ന് കണ്ടു. ഇനി അബിയും കൂടെ ഒന്ന് അമ്മയെ മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ അഭിയേട്ടൻ അറിയാതെയാണോ ഭാമിച്ച് കുഞ്ഞിനെ കൊടുത്തിട്ട് വന്നത്? അതെ, അബി അറിഞ്ഞാലും ഒന്നും പറയില്ല.
അമ്മ ഞങ്ങളുടെ വീട് തേടി വന്നതല്ലേ? എടി നിന്റെ തലയ്ക്ക് എന്നാ ഓളമാണോ? ആണോ? വീട് മാറിയിട്ടും തിരിഞ്ഞു നോക്കാത്ത അമ്പാലിക എന്തിനാണ് ഇപ്പൊ ഈ അടവുമായിട്ട് വന്നതെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? വെറുതെ അമ്മ മനുഷ്യപ്പറ്റില്ലാതെ ചിന്തിക്കല്ലേ. ആ പഴയ സ്വഭാവമൊന്നുമല്ല അബിയുടെ അമ്മയ്ക്ക്. അമ്പാലിക അമ്മ ഒരുപാട് മാറിപ്പോയി. അമ്മേ, ഇതിലെന്തോ ചതിയുണ്ട്. രാവിലെ ആ അനിരുദ്ധൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ അമ്പാലിക ആന്റി ഭാമയെ പറഞ്ഞു വിടുന്നു. ഞാൻ പറഞ്ഞില്ലേ മായേച്ചി, അനുമാമനും അമ്മയും കൂടി മറ്റെന്തോ പ്ലാനിങ്ങോടെ നീങ്ങുന്നത്. ഭാമേ, അരുന്നത് എന്തായാലും തൽക്കാലം ഇപ്പൊ വരുന്നില്ല. നീ പോയി നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കി. ഇതിനൊരു ശരിയായ തീരുമാനമാകാതെ അരുന്ധതി എന്തായാലും വരുന്നില്ല. ഭാനു, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇതേ കുടുംബമായവരുടെ കാര്യം. നീ കല്യാണം കഴിയുമ്പോ അപ്പൊ നിനക്ക് മനസ്സിലാവും ഈ ഇണക്കവും പിണക്കവും എന്താണെന്ന്. ഞാനതിന് 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലല്ലോ ഫാമിലി ലൈഫിനെ കുറിച്ച് അറിയാതിരിക്കാൻ. അമ്മേ, കണ്ടോ അമ്മ അവള് പറയുന്നേ? അവള് പറഞ്ഞാലിപ്പോ എന്താ തെറ്റ്? നിന്നേക്കാൾ വിവരം അവക്കുണ്ട്. നീ വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്. ഞാൻ ഇനി സംസാരിച്ച ശരിയാവില്ല. അരുന്ധതി, നീ വന്നേ. നിന്നെ ഇങ്ങോട്ട് ചെല്ലാതെ ഞാൻ പറഞ്ഞിട്ടാ വന്നേ. ഞാൻ വരില്ല ഭാമേച്ചി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ വന്നേ. നിന്നെ ഇങ്ങോട്ട് ഞാൻ പോകും. അവളെ ബലം പ്രയോഗിച്ചൊന്നും നീ ഇവിടുന്ന് കൊണ്ടുപോകാന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഇപ്പൊ ഇവളിവിടെ ഒറ്റയ്ക്ക് നിക്കണ്ട. ഭാമേ, അവളുടെ കൈ വിട്. എടി വിടാൻ എന്നോട് പറഞ്ഞേ. സേതു എടുത്ത് ഇതിൽ ഇടപെടണ്ട. കൈ വിടറി. കൈ എടുക്കാൻ നീ ഇവിടെ കൈ വിട്ടെ. പറഞ്ഞില്ലേ എന്നേട്ടും തല്ലിയല്ലേ? മര്യാദയുടെ ഭാഷ പറഞ്ഞാൽ നീ കേൾക്കത്തില്ലല്ലേ? ഇല്ലേ നീ ഇനി വാങ്ങിക്കും. സേതുവേട്ടൻ എന്താ ഇവിടെ എവിടെ പിടിച്ചു നിർത്തണമെന്ന് ഇത്ര വാശി? എനിക്കൊരു വാശിയില്ല. ഇവള് നിന്നോട് വരണം വേണ്ടെന്ന് ഇവള് തീരുമാനിക്കും. അല്ലാതെ ബലം പ്രയോഗിച്ച് നീ കൊണ്ടുവന്ന് വിചാരിക്കണ്ട. അരുന്ധതി, മര്യാദക്ക് നീ എന്നോടൊപ്പം വാ. മലയാളം പറഞ്ഞ ഭാമേച്ചിക്ക് മനസ്സിലാവില്ലേ? ഞാൻ ഇങ്ങും വരുന്നില്ല. നീ ഇങ്ങോട്ട് വന്നേ. നിനക്ക് എന്താ ഇത്ര ധിക്കാരം? അവള് വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെ നീ എന്തിനാ അവളെ കൊണ്ടുപോകാൻ നിൽക്കുന്നത്? അമ്മ കൈവിട്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ പറഞ്ഞതൊക്കെ കേട്ടതുകൊണ്ടാ ഞാൻ ഇപ്പൊ ഇവിടെ പിടിച്ചിവിടെ നിർത്തിയേക്കുന്നത്. പോയിറങ്ങി. ഇപ്പൊ എന്റെ സമനില തെറ്റിയിരിക്കുക. തന്റെ ഇടം കാണിക്കുന്ന ആരാണെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോക്കോണം. അവൾ എന്ത് ചെയ്യണം എന്നുള്ളത് അവള് തീരുമാനിക്കും. തീരുമാനിക്കാനൊന്നും ഇല്ല അമ്മേ. ഞാൻ ഇവളെയും കൊണ്ട് ചെല്ലാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നേ. അയ്യോ, മക്കളെ വേണ്ട. ഒരെണ്ണ എന്നെ തൊട്ടു പോരുത്. അരുന്ധതി, നീ നോക്കിക്കോ. മക്കളെ, അമ്മ പറയുന്ന കേക്ക. മക്കളെ നിക്കേ. ഭാമേ, മക്കളെ. സേതു അവിടെ ചുണ്ട് പൊട്ടി ചോര. അയ്യോ, അല്പമെങ്കിലും ഭേദമായി എന്ന് കരുതിയതാ. ഇത് ഇവള് മാറിപ്പോയല്ലോ ഈശ്വര. ഇവളെന്താ ഇങ്ങനെ? എനിക്കറിയില്ല സേതു. അവിടെ അമ്പാലിക കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു.